നേരെ മറിച്ച് അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇത് വലിയ ഒരു രാഷ്ട്രീയ കളി നടത്തി ഇതിനകത്ത്. ഇലക്ട്രിസിറ്റി ബോർഡിനകത്ത് ആര്യാടൻ മുഹമ്മദിനെ ചീത്ത പറഞ്ഞു, ഇപ്പൊ ഇവരെ ചീത്ത പറഞ്ഞു. ഇപ്പൊ കൃഷ്ണൻകുട്ടി മന്ത്രിക്ക് വന്നപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല, അദ്ദേഹം പിന്നെ ഇലക്ഷൻ മത്സരിക്കുന്നില്ല, അതൊന്നും പിന്നെ കുഴപ്പമില്ല, എന്ത് വേണമെങ്കിൽ പറയാം. അപ്പൊ അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇപ്പോ 10 രൂപയ്ക്ക് മേടിക്കുന്നുണ്ട്. അദാനിയാണല്ലോ ഇവരെ പാർട്ട്ണർ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് വാസവൻ പറഞ്ഞിട്ടുണ്ട് അദാനി ഞങ്ങളുടെ പാർട്ട്ണറാണ്. അപ്പൊ അദാനിയൊക്കെ പോലെയുള്ള ആളുകളെ, പുതിയ ഇത്തരം വൈദ്യുത ഉൽപാദക കമ്പനികളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഈ കരാർ റദ്ദാക്കിയത് എന്ന് ഇപ്പൊ ബോധ്യം വരിക. അഴിമതി ഇവർക്കെതിരെ പറഞ്ഞു, UDF-നെതിരെ അഴിമതി പറഞ്ഞ ആളുകൾ, വലിയ അഴിമതി, ഈ സ്പോട്ട് വൈദ്യുതി വാങ്ങുന്നതിൽ വലിയ അഴിമതിയുണ്ട്. കാരണം 4 രൂപ 29 പൈസക്കാരൻ്റെ വൈദ്യുതി 10 രൂപയ്ക്ക് എന്നാൽ എനിക്ക് 2 രൂപ നിങ്ങൾക്ക് തന്നൂടെ? സ്പോട്ട് ബില്ലിംഗ് ഇതാണ് ചാർജ്. അത് അതിന് പ്രത്യേകിച്ച് കൊട്ടേഷൻ ഒന്നുമില്ല സ്പോട്ട് ബില്ലിങ്ങിന്. കാരണം നമ്മൾ മാർക്കറ്റിൽ പോയി ഒരു സാധനം വാങ്ങിക്കുന്നത്. ഈ നാഷണൽ പവർ ഗ്രിഡ് ഒക്കെ മറച്ചു വെച്ചിട്ടാണ് പറയുന്നത് ഈ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടം ഇരുണ്ട കാലഘട്ടം. അതാ ഞാൻ പറഞ്ഞേ, അന്ന് പവർ കട്ട് ഉണ്ടായെങ്കിൽ, അന്ന് ലോഡ് ഷെഡിങ് ഉണ്ടായെങ്കിൽ ഇന്ത്യയിലെ അവസ്ഥ അതാണ്. ഇന്നതല്ല. ഇന്ന് ഏത് സ്റ്റേറ്റിലാണ് പവർ കട്ട് ഉള്ളത്? പക്ഷേ ഇല്ല. അതാണ് ചോദ്യം, അതാണ് ചോദിക്കേണ്ട ചോദ്യം. ഇന്ന് ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്ത് പവർ കട്ട് ഉണ്ട്? പവർ കട്ടിന് പ്രസിദ്ധമായിരുന്നു ഡൽഹിയും കൽക്കട്ടയൊക്കെ. ഞാൻ കൽക്കട്ടയ്ക്ക് പോകുന്ന കാലത്ത് ഭയങ്കര ടെൻഷനാണ് എനിക്ക്. അത് CPM ഭരിക്കുന്ന കാലം. എനിക്ക് ഭയങ്കര ടെൻഷനാണ്, എപ്പോഴത് പോകാന്നറിയില്ല, പോയപ്പോഴാ വരികയെന്നറിയില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയായിരുന്നു. അത് കൽക്കട്ടയുടെ ഗുണം കൊണ്ടോ മറ്റേ CPM-ന്റെ ദോഷം കൊണ്ടോ ഒന്നുമല്ല. നാഷണൽ ലെവലിൽ ഉൽപാദനം വളരെ കൂടി, ഡിമാൻഡ് കുറഞ്ഞു. നാഷണൽ പവർ ഗ്രിഡ് പദ്ധതി വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അതൊന്നും പറയാതെ ഇത് ആര്യാടൻ മുഹമ്മദ് അഴിമതി ചെയ്തു എന്ന് പറയുകയും അവസാനം ഇപ്പോൾ കയ്യും കാലിട്ട് അടിക്കുകയോ ചെയ്യുന്നത്. ഇപ്പൊ എന്നിട്ട് പവർ കട്ട് ഇല്ലാത്ത 5 വർഷം 10 വർഷം പറഞ്ഞാൽ പവർ കട്ട് ഇപ്പൊ LDF-ന് 2ാം ഭരണം കിട്ടിയാലും 3ാം ഭരണം കിട്ടിയാലും പവർ കട്ട് കൂടിയില്ല. പവർ കട്ട് ഉണ്ടാവണം, കാരണം കരാറില്ല. ദീർഘകാല കരാർ നിങ്ങൾ ഒപ്പുവെക്കാൻ പോയാൽ 10 രൂപയ്ക്കാ തരിക. അത് വലിയൊരു നഷ്ടം KCB-ക്ക് ഉണ്ടായിരിക്കുകയും ചെയ്യും. 2300. അത് മാത്രമല്ല KCB-യുടെ ഒരു ഭാഗം നഷ്ടം സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുകയും കൂടി. അല്ല, എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. KCB-യുടെ നഷ്ടം ഏറ്റെടുത്തില്ലെങ്കിൽ അതിന് വില കൂട്ടും. ഇപ്പൊ ഒന്നുകിൽ നികുതി പണത്തിൽ നിന്ന് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ കയ്യിൽ നിന്ന് കൊടുക്കണം. ഏതാ വേണ്ടി തീരുമാനിച്ചാൽ മതി. അപ്പൊ തീർച്ചയായിട്ടും KCB-യുടെ നഷ്ടത്തിന് 2300 കോടി രൂപയെങ്കിലും KCB-ക്ക് ഒറ്റയടിക്ക് നഷ്ടം വരുന്നതിന് കാരണക്കാരായ ഗവൺമെന്റാണ് കഴിഞ്ഞ 10 വർഷം കേരളം ഭരിച്ചത്. അതാണ് പ്രശ്നം. അത് മറച്ചു വെച്ച് ഞങ്ങൾക്ക് ഇവിടെ പവർ കട്ടില്ല, കുട്ടികളെ പഠിപ്പിക്കാൻ നോക്കിയിട്ട് കാര്യമില്ല.